നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഈ കോളേജിന്റെ അതെ അല്ലേ? അതെ അതെ കോളേജിന്റെ മുന്നിലാണ് സത്യസായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആ. സിൽവർ എത്ര ജൂബിലി കുട്ടികൾ പഠിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നടന്നാലോ? ഇവിടെ 400 കുട്ടികൾ ആ. ഇപ്പൊ പഠിക്കുന്നുണ്ട്. ആ. BA BSc BCom ആ. കൂടാതെ MCom MSc ഉണ്ട്. ഞാൻ കേട്ടത് ഇവിടെ മാനേജ്മെന്റ് കോട്ട ഇല്ലെന്നാണല്ലോ. അതെ, മാനേജ്മെന്റ് കോട്ട ഇന്ത്യയിൽ വേണ്ടാന്ന് വെച്ച ഏക സ്ഥാപനമാണ്. അതെ അതെ 100% ഗവൺമെന്റ് വിട്ടുകൊടുത്തു. ഗവൺമെന്റിന് വിട്ടുകൊടുത്തു. ഗവൺമെന്റ് ഓർഡർ കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഇതിന്റെ മാനേജ്മെന്റ് സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് എഴുത്തു കൊടുത്തു. അപ്പൊ അദ്ദേഹവും പറഞ്ഞു ഇത് ഇന്ത്യയിൽ ആദ്യം. കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ അറിയാമോ, നിങ്ങൾക്ക് പൈസ പിരിക്കാൻ പറ്റും, ഞങ്ങൾക്ക് അങ്ങനെ പൈസ പിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇത്രയും വലിയൊരു കോളേജ് നടത്താനൊക്കെ ഒരുപാട് പണം വേണമല്ലോ അല്ലേ? അതെ. എത്ര കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്? ഇവിടെ ഇപ്പൊ 4 കോഴ്സുകളുണ്ട്. BA BSc BCom കൂടാതെ MSc ഫിസിക്സ് ഉണ്ട്. ഇത്തിരി വേഗം നടന്നാലോ നമുക്ക്? ഒരുപാട് പ്രത്യേകതയുള്ള കോളേജാണിത്. ഒന്ന് കുട്ടികളുടെ പഠനം അല്ലാതെ നമ്മൾ ഏകദേശം 8 or 10 കലാരൂപങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് കലാരൂപം? അതായത് ചെണ്ടമേളം, പിന്നെ കളരി, അങ്ങനെ തുടങ്ങിയ നിരവധി ക്ലബുകൾ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഈ ആർട്സ് എന്ന് പറയുന്ന കോളേജ് അർത്ഥവത്താക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കോഴ്സുകളും ഉണ്ട്, ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, പാഠ്യേതരമായിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും. അപ്പൊ ആത്യന്തികമായിട്ട് ഇത്തരം ഒരു കോളേജ് നടത്തുന്നതിന് ഈ സായി ഗ്രാമത്തിന്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ കോളേജ് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. കോളേജ് എന്നുള്ള ഇത് ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള ഇതാണല്ലോ. ആരോഗ്യമുള്ളവർക്ക് കയറാൻ പറ്റൂ. 18 പടിയാണ്. 18 പടി കയറിയാൽ അല്ലേ കോളേജിലെത്താം. ഈ 18 പടി ഫിക്സ് ചെയ്ത് ശബരിമലയായിട്ട് വല്ല ബന്ധപ്പെട്ടാണ്? അങ്ങനെയല്ല, 18 ഒരു നല്ല നമ്പറാണ്. അതുകൊണ്ട് 18 കൊള്ളാം അല്ലേ? അതെ, സ്പിരിച്വൽ 24 നല്ല നമ്പറാ. അതെ തീർച്ചയായിട്ടും. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കോളേജിന്റെ വരാന്തയിൽ നമ്മൾ വന്നു അല്ലേ? അപ്പൊ ഈ കോളേജ് ഗവർണറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്, വന്നിരുന്നു തോന്നുന്നു അല്ലേ ഇവിടെ? അതെ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇത് ബുദ്ധന്റെ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പെയിന്റിംഗ് ആണ്. അതെ ലെങ്തിയസ്റ്റ് പെയിന്റിംഗ്. പ്രേക്ഷകരെ കാര്യമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ മ്യൂറൽ പെയിന്റിംഗ് അല്ലേ? ഓക്കെ നമുക്ക് ഇതില് ഇന്നിപ്പോ കോളേജ് അവധിയാ, ഇന്ന് ഞായറാഴ്ചയാണ്. മാത്രമല്ല കോളേജിൽ ഡിസേബിൾഡിന് വേണ്ടി ഞങ്ങൾ ലിഫ്റ്റ് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. റാമ്പ് അല്ല, കുട്ടികൾക്കെല്ലാം ഡിസേബിൾഡ് ആയുള്ള കുട്ടികൾക്ക് വേണ്ടി ലിഫ്റ്റിൽ പോവാം. അതെ, ലിഫ്റ്റിൽ പോവാം. അതും എനിക്കൊന്ന് കേരളത്തിൽ അങ്ങനെ കണ്ടില്ല. ഇല്ല. ഓക്കെ, വളരെ എനിക്ക് തോന്നുന്നു ഇനി അഡ്മിഷന് കുട്ടികൾ കൂടാൻ സാധ്യതയുണ്ട്. കൂടണം. അപ്പൊ എത്ര കുട്ടികളാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ശരിക്കും? അല്ല, ഇത് ഗവൺമെന്റ് അനുവദിച്ചു തന്ന പ്രകാരം പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചു തരുന്ന കോഴ്സുകൾ പ്രകാരമുള്ള കുട്ടികളെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള കുട്ടികൾക്കുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. എന്തായാലും നമുക്ക് എന്നോട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ എന്തോ ഒരു കാര്യം പറഞ്ഞു, ഞാനത് കേട്ടില്ല. ഒന്ന് ഓക്കെ നമ്മൾ ഇന്ന് അങ്ങോട്ട് തുറന്നു പറഞ്ഞാല് ഈ സൈബർ ആക്രമണം കേരളത്തിൽ കൂടി വരിക. അതായത് ആളുകളെ ആക്രമിക്കുന്നത് മാത്രമല്ല, വീട്ടിലിരിക്കുന്ന ആൾക്കാരെയും തെരുവിളിക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ചാടി വീഴുക. അപ്പോൾ സൈബറിന്റെ ബലിയാടുകൾ എന്നൊരു പരമ്പര ഇന്ന് ആരംഭിക്കുക. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകളെ എക്സ്പോസ് ചെയ്യും എന്ന് മാത്രമല്ല, അവർക്കെതിരെ നിയമപരമായ എന്തെല്ലാം ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നു ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ സൈബർ ഇടങ്ങളിലെ ബലിയാടുകളാണ്. ഓക്കെ, എല്ലാ ആശംസകളും. താങ്ക് യു. ഞാൻ ഈ മ്യൂറൽ പെയിന്റിംഗ് കാണിച്ചു കൊടുത്തു, നമ്മൾ ഓൾറെഡി പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു അത്. അപ്പോൾ ഇത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് കാണാം, കാര്യം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ സായി ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. അങ്ങേക്ക് ദീർഘായുസ് നേരുന്നു. ഇത്രയധികം ആളുകൾക്ക് സംരക്ഷകനായിട്ട് താങ്കൾ ഇവിടെ ഉണ്ട്. ഒരു കാരണവരും അല്ലേ സംരക്ഷകനും. വളരെ വർഷങ്ങളായിട്ട് ശ്രീകണ്ഠൻ നായരായിട്ടുള്ള ബന്ധമാണ്. എന്താണെങ്കിലും ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന്, സായി ഗ്രാമം കാണുവാനായിട്ട് സമയം കണ്ടെത്തിയതിന് എല്ലാത്തിനും 24-നോടും ശ്രീകണ്ഠൻ നായരോടും പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.